Hey everyone, എൻ്റെ പേര് ഗീതു and welcome back to Simply Home by Geetz. നിങ്ങൾ കുറേ നാളായിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക അല്ലേ, പെട്ടെന്ന് വെയിറ്റ് കുറയാൻ പറ്റുന്ന ഒരു ഡയറ്റ് എന്താ പറഞ്ഞൊരു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ റിക്വസ്റ്റ് ഒത്തിരി കൂടി വന്നപ്പോൾ ഒരുപാടായപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഫൈൻ, ഒരു വീഡിയോ ചെയ്യാം ക്രാഷ് ഡയറ്റ്സിനെ കുറിച്ചും വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് ലോസ് സംഭവിക്കുന്ന ടൈപ്പ് ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള കുറേ ഡയറ്റ്സിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ചുകൂടി ബോധവാന്മാരാക്കുക. ഇങ്ങനത്തെ ക്രാഷ് ഡയറ്റ്സും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്ന ഡയറ്റ്സ് ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കുക. അതിലൂടെ നിങ്ങളൊരു ഹെൽത്തി വെയിറ്റ് ലോസും ഒരു ഹെൽത്തി ഈറ്റിംഗ് പാറ്റേണിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ നയിക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഡയറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത്, വിച്ച് വിൽ ഗിവ് യു ഫാസ്റ്റ് വെയിറ്റ് ലോസ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും കൂടിയുണ്ട്. ആ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ വളരെ ലോ കാലറി ഡയറ്റ് ആണ്. രണ്ടെന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ആണ്. മൂന്നെന്ന് വെച്ചാൽ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. പിന്നെ നാലെന്ന് വെച്ചാൽ നമ്മുടെ ക്രേവിങ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡയറ്റ് ആണ്. ഇത്രയും ബിൽഡപ്പ് ഒക്കെ ചേച്ചി കൊടുത്തു, ഇനി ഈ ഡയറ്റിന്റെ പേരെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലെ? ഇതല്ലേ നിങ്ങളുടെ പരാതി. സോ സ്വീറ്റ് ഹാർട്ട്സ്, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ചിക്കൻ സൂപ്പ് ഡയറ്റ്. അപ്പോൾ ഈ ഡയറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും എന്താണ് പറയാറ്, നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആൻഡ് കോണ്ടന്റ്സിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എക്സാക്ട്ലി എങ്ങനെയാണ് ഈ ഡയറ്റ് ചെയ്യേണ്ടത്? ചിക്കൻ സൂപ്പ് ഡയറ്റ് ആയതുകൊണ്ട് ചിക്കൻ സൂപ്പ് ഇൻവോൾവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, സൂപ്പ് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒത്തിരി ന്യൂട്രീഷ്യസ് ആണ്, ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ സൂപ്പിന് നമുക്ക് പല രീതിയിൽ അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് കൂട്ടാം. പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് കൂട്ടുകയും ചെയ്യാം. ഈ ഒരു ഡയറ്റിംഗ് ടെക്നിക്കിൽ ഇതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള മീൽസിന്, അതായത് ലഞ്ച്, ഡിന്നർ, ഇതുപോലത്തെ മെയിൻ മീൽസിന് കഴിക്കുന്നത് ചിക്കൻ സൂപ്പാണ്. എക്സെപ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചിക്കൻ സൂപ്പല്ല കഴിക്കുന്നത്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ബാക്കി മെയിൻ മീൽസിനൊക്കെ നമ്മൾ ചിക്കൻ സൂപ്പാണ് കഴിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ. ബാക്കിയുള്ള എല്ലാ ലോ കാലറി ഫാസ്റ്റ് വെയിറ്റ് ലോസ് ഡയറ്റ്സിനെ പോലെ തന്നെ ചിക്കൻ സൂപ്പ് ഡയറ്റും 7 ദിവസത്തേക്ക് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി അല്ല അതിനെക്കാട്ടും കൂടുതൽ ദിവസം ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഗോ ഫോർ എ പ്രൊഫഷണൽ ഹെൽപ്പ്. കാരണം ഇതൊരു ലോ കാലറി ഡയറ്റ് ആണ്. സോ ഒരു ലോങ് ടേമിലത്തേക്ക് വേണ്ടിയിട്ട് ഇത് അഡ്വൈസബിൾ അല്ല. അപ്പോൾ ഈ ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്ക് വിശക്കുന്ന സമയത്തൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ സൂപ്പ് നിങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് മെയിൻ മീൽസ്, ഇടയ്ക്കുള്ള സ്നാക്ക് ടൈം, ഈ സമയത്തൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് കഴിച്ചുകൊണ്ടേ ഇരിക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒത്തിരി വിശക്കില്ല, നിങ്ങൾ യു വിൽ ബി ഫീലിംഗ് ഫുൾ, നിങ്ങൾക്ക് ഓക്കെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. സോ ആ ഒരു ഫീലിംഗ് ഉണ്ടാവാനായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്ഷീണം അതൊന്നും തോന്നാതിരിക്കാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റി ചിക്കൻ സൂപ്പ് കഴിക്കാനാണ് ഈ ഒരു ഡയറ്റിംഗ് പാറ്റേൺ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓരോ സമയത്തും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയല്ല. സൂപ്പ് ഡയറ്റ്സിലൊക്കെ പൊതുവേ ചെയ്യാറെന്തെന്ന് വെച്ചാൽ ബാച്ച് ആയിട്ട്, അതായത് ഒരു ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സൂപ്പ് പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് അതാണ് കേട്ടോ യൂസ് ചെയ്യാറ്. either റെഫ്രിജറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ്. ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. സൂപ്പ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ, അതായത് ഇപ്പോൾ സൂപ്പ് ഡയറ്റ് അല്ലാതെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ വീക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ സൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിയിലാണ്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മീൽസിൽ സൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സൂപ്പൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിന് ഒരു പ്രശ്നവും പറ്റില്ല കേട്ടോ. എങ്ങനെയാണോ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ അത് അതുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ വർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ മീൽസും നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ലല്ലോ. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ നല്ല മെത്തേഡാട്ടോ. ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് വേണമെങ്കിലും, പച്ചക്കറികൾ വേണമെങ്കിലും അതിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു ലിമിറ്റേഷനും ഇല്ല. എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, എന്തൊക്കെ നിങ്ങൾക്ക് ആ സൂപ്പിൽ ആഡ് ചെയ്യണമോ ആ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. ഈ പച്ചക്കറികളുടെ വെറൈറ്റീസ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ ഒരു കുറവൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ഈ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് വരുന്നില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സൂപ്പാണ് കുടിക്കുന്നത്. ചിക്കൻ സൂപ്പ് ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സൂപ്പാണ് നിങ്ങൾ കുടിക്കുന്നത്. സോ ഇൻ എ വേ ഒരു ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോ കാലറി ഡയറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം.
സൂപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ സൂപ്പ് റെസിപ്പീസ് ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് സൂപ്പിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, ഒരു നല്ല ഹെൽത്തി സൂപ്പിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഡു വാച്ച് ദാറ്റ് വീഡിയോ. അതൊരു വെജിറ്റേറിയൻ സൂപ്പ് റെസിപ്പി ആയിരിക്കും ഞാൻ ചെയ്യാൻ പോവാ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിക്കൻ സൂപ്പ് ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക. അതിന് പകരം ചിക്കൻ സ്റ്റോക്കോ ചിക്കൻ ബ്രോത്തോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 3.5 ഔൺസ് അല്ലെങ്കിൽ അറൌണ്ട് ഒരു 55-60 ഗ്രാം ഓഫ് ചിക്കൻ ബ്രസ്റ്റ്, കുക്ക് ചെയ്ത ചിക്കൻ ബ്രസ്റ്റും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു സൂപ്പിലത്തേക്ക്. അപ്പോൾ അത് ഒരു ചിക്കൻ സൂപ്പ് ആവും. സോ യു ക്യാൻ ഇൻക്ലൂഡ് ദാറ്റ് ഇൻ ചിക്കൻ സൂപ്പ് ഡയറ്റ്. ഇനി 55-60 ഗ്രാം ഒക്കെ ചിക്കൻ ബ്രസ്റ്റ്, കുക്കായ ചിക്കൻ ബ്രസ്റ്റ് എങ്ങനെ അളന്നെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ, നമ്മുടെ കൈപ്പത്തിയുടെ ഇത്രയും പോർഷനാണ് ഏകദേശം ഒരു 100 ഗ്രാം ഓഫ് ചിക്കൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കുക്ക് ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആയിരിക്കും ഏകദേശം 100 ഗ്രാം എന്ന് പറയാം. അപ്പോൾ അതാണ് ഒരു സെർവിങ് ഓഫ് ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഒരു സെർവിങ് അല്ലെങ്കിൽ ഈ ഒരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു നല്ലൊരു ശതമാനം കവറപ്പ് ആകും നമ്മുടെ ഡെയിലി പ്രോട്ടീൻ നീഡ്സിന്റെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചിക്കൻ സൂപ്പ് നിങ്ങൾ ഡെയിലി 2 മെയിൻ മീൽസിലാണല്ലോ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 55-60 ഗ്രാം എന്നുള്ളത് പറഞ്ഞത്. അതായത് ഈ ഒരു അളവിന്റെ പകുതി അറ്റ് എ ടൈം സൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കും, സ്നാക്കിന് എന്ത് കഴിക്കും? സ്നാക്സിന് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ സൂപ്പ് കഴിക്കാം. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് അതർ ഓപ്ഷൻസ്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ലോ കാലറി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. ലോ കാലറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയാണ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻ ഇതല്ലാണ്ട് വേറെ സെപ്പറേറ്റ് ആ ഒരു കാറ്റഗറി അല്ലാണ്ട് സെപ്പറേറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഫുഡ് കഴിക്കാവുന്ന ഒരേ ഒരു സമയം എന്ന് പറയുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇടനേരങ്ങളിലുള്ള സ്നാക്സ് ഒക്കെയാണ്. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള യോഗേർട്ട്, കട്ട് ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻ സീരിയൽസ്, അതായത് ഓട്സ് അല്ലെങ്കിൽ ബ്രാൻ ഫ്ലേക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് സീരിയൽസ്, ഓട്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഓട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് യോഗേർട്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ഓട്സും കൂടി ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. കട്ട് ഫ്രൂട്ട്സ് വിത്ത് ഓട്സ് ആൻഡ് വിത്ത് യോഗേർട്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻ ഫ്ലേക്സ് ഉണ്ട്, അതിന് ഞാൻ ബ്രാൻ ഫ്ലേക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മാക്സിമം കട്ട് ഫ്രൂട്ട്സ് ആണ് കൂടുതലും കഴിക്കാറ്. സോ അതൊരു നല്ല ഓപ്ഷനാണ്, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ചിക്കൻ സൂപ്പ് ഡയറ്റ് ചെയ്യുമ്പോൾ. ഇതല്ലാതെ നിങ്ങൾക്ക് ഓട്സ് പോറിച്ച് കഴിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമല്ല. അല്ലാണ്ട് ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇപ്പോൾ ബ്രോക്കൺ വീറ്റ് ഉപ്മാ അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ ചപ്പാത്തി, അങ്ങനത്തെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ, റാഗി, ഇതൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാം. പക്ഷെ മേക്ക് ഷുവർ അത് നിങ്ങൾ ബാക്കി അതായത് ചിക്കൻ സൂപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഫുഡ് അല്ലാത്തൊരു വെറൈറ്റി ആയിരിക്കണം എന്ന് ചൂസ് ചെയ്യാം കേട്ടോ. ഒന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും ന്യൂട്രിയൻസ് ഇവിടെ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ, മൈക്രോ ന്യൂട്രിയൻസോ ആന്റി ഓക്സിഡൻസോ ഒക്കെ ഇവിടെ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കവറപ്പ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മടുപ്പും തോന്നില്ല. എല്ലാ സമയവും ചിക്കൻ സൂപ്പ് കുടിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നില്ലേ? അപ്പോൾ ആ ഒരു മടുപ്പും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചത്തേക്ക്, അതായത് 7 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് സംഭവിക്കും. ആ വെയിറ്റ് ലോസ് പ്രോബബ്ലി നല്ലൊരു ശതമാനം വാട്ടർ വെയിറ്റ് തന്നെ ആയിരിക്കാം നിങ്ങൾ ലൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പോയ വെയിറ്റ് ഒക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു ഹെൽത്തി ആൻഡ് പോർഷൻ കൺട്രോൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേണിലല്ല പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഡയറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു, അപ്പോൾ ഇനി നമുക്ക് ആവശ്യം പോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കൺട്രോൾ ഇല്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൂസ് ചെയ്ത വെയിറ്റ് നിങ്ങൾ റീഗെയിൻ ചെയ്യും. സോ അതും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഈ പ്ലാൻ മെയിൻലി സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ട്, പെട്ടെന്നൊരു ഒക്കേഷൻ വരുവാണ്, പെട്ടെന്ന് കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് ലൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ലോസ് പ്ലാറ്റോയിലാണ്, സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ വെയിറ്റ്, അപ്പോൾ അതിൽ നിന്നൊരു മൂവ്മെന്റ് ഉണ്ടാവണം, ആ ഒരു മെറ്റബോളിസം ഒക്കെ ഒന്ന് റീസെറ്റ് ആകാനായിട്ടൊരു അതിൽ നിന്നൊരു മൂവ്മെന്റ് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഒന്ന് ഡീടോക്സിഫൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഈ ഡയറ്റ്.
ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണ് എന്നുള്ളത്. ചിക്കൻ സൂപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെ ആയിരിക്കും. സോ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പല പല വെറൈറ്റി ഓഫ് വെജിറ്റബിൾസും പല പല രീതിക്കും പാസ്തയും അതും ഇതും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം കേട്ടോ. പല പല രീതിയിലും നിങ്ങൾക്ക് എങ്ങനെ ടേസ്റ്റി ആക്കാമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചിക്കൻ സൂപ്പിനെ ടേസ്റ്റി ആക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് സെറ്റാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്തേക്കാം. ആർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമോ, ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസിന് ഉദ്ദേശിക്കുന്നവർ, വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുള്ളവർ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇസ് ഡൗൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഡു ചെക്ക് ഔട്ട് മൈ പേജ്, ഡു ഫോളോ മീ, ഡു സപ്പോർട്ട് മീ ദെയർ ആസ് വെൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ. When there's no more hope is left in me, I can see what comes my way, and I'm always lost. There's nowhere else to go. All I do is fall. Feels like I can make it more than I could bear.